ഓടിയാലോ? ഓടിക്കോ. അല്ല, ക്യാമറ പിടിച്ചോ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലു. നമ്മളിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇന്ദ്രദേവന്റെ അനുഗ്രഹം എന്ന് പറയുന്ന പോലെ നല്ല തുമ്പിക്കൈ ഒരു മഴയും പെയ്തു അതിന്റെ ഇടയ്ക്ക്. തൃശ്ശൂർ ബീച്ചുള്ള കാര്യം അറിയാം, പക്ഷെ തൃശ്ശൂർ ബീച്ച് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ പിടിച്ചേരാ അതിനെ. ഞാൻ പിടിക്കോ? ഓ അതന്നേരം അതിന്റെ ഇടയ്ക്കല് വേറെ ഇട്ടു കേട്ടോ. ഒറ്റ പൊത്ത് പൊത്താണ്. ഇലയൊക്കെ ഞാനതിന് വളരെ സക്സസ്ഫുള്ളി അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ എന്റെ വീടിന്റെ സൈഡില്, എന്റെ വീടെന്ന് പറയുന്നത് ഒരു 2 കണ്ടത്തിന്റെ കരയിലൊക്കെ ആയിട്ട് ഒരു തോടൊക്കെ ഒഴുകുന്നൊരു വീടാണ്. ഈ ചെറിയ ഈ ഒരു മഞ്ഞ പൂക്കള് ഞാന് പണ്ട് സ്കൂളിൽ പോകുന്ന വഴിക്കും സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന വഴിക്കൊക്കെ ഞാൻ ഈ ഒരു മഞ്ഞ പൂക്കള് കയ്യില് പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇതിന് ആക്ച്വലി ഇതിങ്ങനെ കയ്യിൽ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ സ്മെല്ലാണ്, മാങ്ങയുടെ ചൊനയുടെ സ്മെല്ലാണ്. അതുപോലെ തന്നെ ചെറുപ്പത്തില് ഞങ്ങൾ ഇതിന് മടക്കല എന്ന് പറയും. ഈ തെങ്ങിന്റെ ഓലേന്റെ അപ്പുറത്തെ ഭാഗം വെള്ളത്തിൽ ഒഴുകി പോകുമ്പോൾ പാമ്പാണെന്ന് നേരത്തെ എനിക്ക് ചെറുപ്പത്തിൽ പേടിയായിരുന്നു. ഇത് കീഴാർനെല്ലി. കർക്കിടക മാസത്തില് ഇതൊക്കെ വെച്ചിട്ട് നമ്മള് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക, കുറുക്കുണ്ടാക്കി കുടിക്കുക, വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഇത് ഇന്ന് കർക്കിടകം 3. പുൽച്ചാടീനെ പിടിച്ചിട്ട് പണ്ട് തീപ്പെട്ടിയുടെ പെട്ടിയില്ലേ, തീപ്പെട്ടി കൊള്ളി കളഞ്ഞിട്ട് തീപ്പെട്ടിയുടെ പെട്ടിയിലിട്ട് വെച്ചിട്ട് തുമ്പീനെ അതായിട്ട് ഞങ്ങൾ ആഫ്റ്റർ ദാറ്റ് കല്ലെടുക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് കുറേ തുമ്പികളും കുറേ വെട്ടിലും അതുപോലെ തീപ്പെട്ടിക്കൊള്ളിയുടെ ഉള്ളിലിരുന്ന് ചത്തുപോയിട്ടുണ്ട്. കണ്ട ചെറുപ്പത്തിലെ കാര്യമാണ് കേട്ടോ. കുറേ തുമ്പികൾ മെയിൻലി. പുൽച്ചാടികൾ അങ്ങനെയില്ല, നമ്മളിങ്ങനെ പോയിട്ട് കൈകൊണ്ട് കൊത്തി പിടിക്കും. അതിന് കിട്ടുമ്പോൾ ഉള്ളൊരു കൗതുകം. വീടും ചിലപ്പോൾ പിടുത്തത്തിൽ അതിൻ്റെ കാലൊടിഞ്ഞു പോകുമായിരിക്കും. നമ്മൾ കൗണ്ട് കുറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് പറയുമ്പോഴാണ് നമുക്ക് ഈ ഡെങ്കു ഒക്കെ വന്നവർക്ക് കൗണ്ട് കുറയുന്ന പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം ഇതൊക്കെ വെച്ചു ചമ്മന്തിയില്ലല്ലോ, ഇതൊക്കെ വെച്ചിട്ട് പഠിപ്പിച്ചെന്ന് പറ. ഇത്ര നേരം പഠിപ്പിച്ചോ? ഇത് മുയൽ ചെവി. എന്തൊരു കുറ്റിയാണ്. ഈ കുറ്റി ഇട്ടിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ലിവറിന്റെ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ഒരു പെക്കടിക്കുക, അതിട്ട് തിളപ്പിച്ചത് ഒരു ഗ്ലാസ് കുടിക്കുക. സമാസം. പിന്നെ ഇത് വേണമെങ്കിൽ ചെവിയിൽ വെക്കാം. ഇതുപോലെ മനസ്സിലായി. ഇത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം.